ചെന്താമര ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്ന് പാലക്കാട് SP അജിത് കുമാർ. പോലീസ് വീഴ്ച സംബന്ധിച്ച് വകുപ്പുതല അന്വേഷണം നടക്കുകയാണെന്നും കുറ്റം ചെയ്തതിൽ പ്രതിക്ക് പശ്ചാത്താപമില്ലെന്നും SP അജിത് കുമാർ പറഞ്ഞു. പ്രതി ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സച്ചിൻ ചേരുന്നു. സച്ചിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് SP അജിത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്? ഷമ്മി, പ്രതിയെ പിടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി എല്ലാ കാര്യങ്ങളും പാലക്കാട് SP അജിത് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് പ്രതിയെ പിടികൂടിയത്. സമീപത്തെ കൊലപാതകം നടത്തിയ സമീപത്തെ പാടത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത് എന്ന കാര്യമാണ് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൊലപാതക ശേഷം പ്രതി ഈ പ്രതിയുടെ വീട്ടിലേക്ക് കയറുകയും മുള്ളുവേലി ചാടിക്കടന്നുകൊണ്ടാണ് പ്രതി പിൻഭാഗത്തൂടെ രക്ഷപ്പെട്ടത്. അതിനുശേഷം സമീപത്തെ മലനിരയിൽ പോയി ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്ന കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 1.5 ദിവസത്തിന് ശേഷമാണ് വിശപ്പ് സഹിക്കാതെ ഭക്ഷണം കഴിക്കാനായി പ്രതി താഴേക്കിറങ്ങിയത്. അപ്പോഴാണ് പോലീസിന്റെ മഫ്തിയിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത് എന്ന കാര്യമാണ് SP വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിക്ക് മുൻ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് SP വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം 2019 മുതൽ തന്നെ പ്രതി കരുതിയിരുന്നത് പ്രതിയുടെ ദാമ്പത്യ ജീവിതം, കുടുംബമടക്കം പിണങ്ങി പോകാനുള്ള ഒരു സാഹചര്യം സുകുമാരൻ്റെ കുടുംബമാണ് എന്ന രീതിയിൽ സംശയിച്ചിരുന്നു. ആ കാലത്ത് തുടങ്ങിയ പക തന്നെയാണ് ഇപ്പോൾ ഈ ഇരട്ട കൊലപാതകത്തിലും എത്തിച്ചേർന്നത് എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രതി നിലവിൽ ഈ ജോൾസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പ്രതിയിൽ നിന്നും വ്യക്തമായി ലഭിച്ചിട്ടില്ല. എന്നാൽ പ്രതി കരുതിയിരുന്നത് സുധാകരന്റെ കുടുംബമാണ് ഇത്തരത്തിൽ മന്ത്രവാദവും മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ തകർക്കാൻ നോക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയാണ് പ്രതിക്കുണ്ടായിരുന്നത്. പ്രതി ചെന്താമരൻ അത് കാരണമാണ് തുടക്കം മുതൽ തന്നെ വ്യക്തിവൈരാഗ്യം സുധാകരന്റെ കുടുംബവുമായി വ്യക്തിവൈരാഗ്യം ഉണ്ടാകാനുള്ള ഒരു കാരണമെന്നും SP പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം തന്നെയാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ആസൂത്രിതമായ കൊലപാതകമാണ്. കടുവയെ പോലെ മനസ്സുള്ള വ്യക്തിയാണ് ചെന്താമരൻ എന്ന് SP വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം കൃത്യമായ പ്ലാനിങ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ പ്ലാനിങ്ങും അതേപോലെ തന്നെ കൃത്യമായ ധാരണയുമുള്ള ആളാണ് ഈ ചെന്താമരൻ എന്നാണ് SP വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിൽ എല്ലാവിധ പഴുതടച്ച പരിശോധനകളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യമായ രീതിയിൽ പ്രതിയെ മണിക്കൂറുകൾക്കകം തന്നെ പിടിക്കാൻ സാധിച്ചത് എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് SP വ്യക്തമാക്കിയത്. കൂടാതെ കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണ സംഘം ഒന്ന് കൂടിയാലോചിച്ച് കൃത്യമായി തീരുമാനം എടുക്കുമെന്ന്. ഇപ്പോൾ SP-യുടെ വാക്കുകളിലേക്ക്. ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെപ്പൺസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു. പിന്നെ സ്വന്തം അതിൻ്റെ ഹാൻഡിൽ എല്ലാം ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു. അത് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇയാൾ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല. ഏത് കടയിലാണ് ഇയാൾ പോയിട്ട് ഈ വെപ്പൺ വാങ്ങിച്ചത്, ഇയാൾക്ക് കൂട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാം. അത് മറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യാം. സച്ചിൻ തുടരുന്നു. സച്ചിൻ, 6 പേരെ കൊലപ്പെടുത്തും എന്ന രീതിയിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ SP പറഞ്ഞിട്ടുണ്ടോ? നിലവിൽ അത്തരം കാര്യങ്ങളൊന്നും SP വ്യക്തമാക്കിയിട്ടില്ല. കാരണം പ്രതിയിൽ നിന്നും അങ്ങനെയുള്ള ഒരു മൊഴികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ് SP പറഞ്ഞിട്ടുള്ളത്. കാരണം മറ്റാരെങ്കിലും പകവെച്ചതായോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പകയുള്ളതായോ അത്തരം കാര്യങ്ങളൊന്നും ഈ പ്രാഥമികമായ ചോദ്യം ചെയ്യലിലെ പ്രതി വെളിപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം SP വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് SP വ്യക്തമാക്കിയത്. അത് ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ തന്നെ
തന്നെ പോലീസ് സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ പ്രതി ഈ വിഷം കഴിച്ചു എന്ന് മൊഴി നൽകിയിരുന്നു. എന്നാൽ അത്തരത്തിൽ മെഡിക്കൽ പരിശോധനകളിൽ അത്തരത്തിലൊന്നും ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. മുള്ളുവേലി ചാടിക്കടന്നപ്പോൾ ഉണ്ടായ ചെറിയൊരു മുറിവ് മാത്രമാണ് ശരീരത്തിൽ ഉള്ളത് എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ മാധ്യമപ്രവർത്തകർ കുറ്റകൃത്യം ചെയ്തതിൻ്റെ എന്തെങ്കിലും കുറ്റബോധമോ വല്ലതും ഈ പ്രതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിൽ യാതൊരു കുറ്റബോധമോ ഈ പ്രതിക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും ദാരുണമായ കൊലപാതകം ചെയ്തതിൻ്റെ യാതൊരു കുറ്റബോധവും പ്രതിക്കില്ല എന്ന കാര്യവും SP വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായി കടുവയെ പോലെ മനസ്സുള്ള ഒരു വ്യക്തിയാണ് ചെന്താമര എന്നാണ് SP പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രതി മുൻകാലങ്ങളിൽ ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഉള്ള അന്വേഷണങ്ങളും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ പരിശോധിക്കാനുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് SP വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും.